അവരെല്ലാം നമ്മുടെ നാടിനെ പറ്റി എന്ത് വിചാരിക്കും? പോരാത്തതിന് കേരളത്തിൽ നിന്ന് ഒരു IPS ഓഫീസർ വന്നിട്ടുണ്ട്. അദ്ദേഹം എന്ത് വിചാരിക്കും? അത് പിന്നെ വയറുവശന്ന ഇതല്ല, ഇതിനപ്പുറം ചെയ്തു സാറേ. എന്താ പറഞ്ഞത്? ഹേയ്, ഒന്നും പറഞ്ഞില്ല. ഇതെന്തെന്നേച്ച് ഇവിടുന്ന് സ്ഥലം വിട്ടോണം. അയ്യോ, അപ്പൊ ഡീസൽ അടിക്കാനുള്ള കാശോ? അത് തെണ്ടി പിരിച്ചില്ലേ? ഇവിടെങ്ങാണ് ഇനി നിങ്ങളുടെ പാട്ട് കേട്ടാൽ എന്റെ സ്വഭാവം മാറും. ഈ പെമ്പിള്ളാരുള്ളതുകൊണ്ട് നന്നായി, അല്ലെങ്കിൽ ഇടിച്ച് ഞാൻ എല്ലാത്തിനും എല്ലുഴിയനെ. ഞാനൊരു അധ്യാപകനാ സാറേ. ആ, മനസ്സിലായി മനസ്സിലായി. കൊടുക്കണോ? ഞാൻ പോട്ടെ ജോസഫേ. ഓക്കെ. നല്ല വീക്ക് കൊടുക്കുന്നതിന് വരും ശാപ്പാട്. എന്ത് ചെയ്യാനാ സാറേ, പിള്ളേരല്ലേ. എന്നാ നടു റോട്ടിലെ ശബ്ദം പോട്ട് ഡപ്പാങ്കുത്താടേ, ഇടിച്ച് പിരുത്തളയും. ജാഗ്രത. എന്തിനാ സാറേ തമിഴ് പറഞ്ഞ് വിഷമിക്കുന്നത്? ഞങ്ങളൊക്കെ മലയാളികളാ. എന്നാലും മലയാളികളുടെ മാനം കളയാൻ. സാറേ 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 സാർ ഒന്ന് നിക്കണേ. സാറിനോടൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? സാർ കെട്ടിയതാണോ? അല്ല. എന്താ നോട്ടുണ്ടോ? അയ്യോ, അതിനല്ല. നോക്കിക്കോ, സാറ് കെട്ടാൻ പോകുന്ന പെണ്ണ് ഒരു പാട്ടുകാരിയായിരിക്കും. ശ്രുതി തെറ്റിച്ച് തെറ്റിച്ചു പാടി പാടി സാറിനെ കൊല്ലും. ദേ ദേ നോക്കിക്കേ, കരുനാക്കാം. ചേട്ടാ, രവിയേട്ടൻ വന്നിട്ടുണ്ട്. എന്തെങ്കിലും കൊളുത്തി കാണും. ഈശ്വരാ, രവിയേട്ടൻ എപ്പോ വന്നു? ചേച്ചിയും കുട്ടികളും വന്നിട്ടില്ലേ? ഡീ, കാശ് പോയെന്ന് പറഞ്ഞ് കൊടൈക്കനാല് മുഴുവൻ നടന്ന് പാട്ടും പാടി തെണ്ടിയിട്ട് വന്നിരിക്കുന്നു. നാളെ ഉണ്ടോ നിനക്ക്? ഓ, അവതാര ലക്ഷ്യം മനസ്സിലായി. ന്യൂസും കൊണ്ട് വന്നായിരിക്കും. നിനക്കൊന്ന് ഫോൺ ചെയ്യാമായിരുന്നില്ലേ ശ്രീദേവി? ഞങ്ങളൊക്കെ പിന്നെ എന്തിനാ ബന്ധുക്കളാന്നും പറഞ്ഞ അവിടെ കിടക്കുന്നത്? ഫോൺ ചെയ്യാൻ കാശ് വേണ്ടേ? നമ്മുടെ എസ്റ്റേറ്റ് ബംഗ്ലാവ് അവിടെ കിടപ്പില്ലേടി? അവിടെ പോകാമായിരുന്നില്ലേ നിനക്ക്? അഹങ്കാരമാ അഹങ്കാരം. അച്ഛനില്ലാത്ത കുട്ടിയല്ലേന്ന് വിചാരിച്ച് ഞാൻ തന്നെ നിന്നെ വളർത്തി ചീത്തയാക്കിയത്. ഒക്കെ തീർന്നോളും. നാളെ അവൻ വരും, പോലീസ്. എന്തിന്? നിന്നെ പെണ്ണ് കാണാൻ. എനിക്ക് പോലീസും പട്ടാളൊന്നും വേണ്ട. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അമ്മായി, അവക്ക് ഇഷ്ടപ്പെടുകയല്ല. അവക്ക് പറ്റിയത് വല്ല കലാകാരന്മാരുവാ. എനിക്ക് കലാകാരന്മാരൊന്നും വേണ്ട. അതെന്താ? യേശുദാസിന് കിട്ടൂ? യേശുദാസിനെയോ? ഇല്ല. കിഷോർ കുമാറിന് കിട്ടൂ? അറ്റ്ലീസ്റ്റ് ഉണ്ണിമേനോൻ? അതും ഇല്ലല്ലോ. അതുകൊണ്ടാ പറഞ്ഞത് എനിക്ക് വല്ല ഡോക്ടറോ എഞ്ചിനീയറോ മതിയെന്ന്. എടി പെണ്ണേ, നീ അവനെ ഒന്ന് കണ്ടു നോക്ക്. മിടുക്കന്, IPS കാരന്. ഞാനെന്താ പോലീസുകാരെ കണ്ടിട്ടുണ്ടോ? ഒരു ദിവസം മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ കുത്തി ഇരുന്നിട്ടാ വരുന്നത്. എന്നാലും മോള് സ്കൂളിലൊന്നും വരാതിരുന്നത് രവിച്ചേട്ടന് വലിയ വിഷമമായി പോയി കേട്ടോ. പയ്യനെ മോക്ക് ഇഷ്ടപ്പെട്ടില്ല, കെട്ടണ്ട. നല്ലത് വേറെ വരും. അല്ല, അല്ലെങ്കിൽ തന്നെ നിന്റെ കല്യാണം ഉടനെ നടക്കുന്നത് എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല. റിസർവ്ഡ് ആയി പോവല്ലോ. ഇപ്പൊ നോ മനസ്സിലാൻ എനിക്കും വല്ലപ്പോഴും വരാം. പുറമ്പോക്ക് കൈയേറാൻ വിദഗ്ധനാണെന്ന് കേട്ടിട്ടുണ്ട്. സ്കൂളും എസ്റ്റേറ്റും ഒക്കെ ആയല്ലോ, 10 പൈസ പോലും ചെലവില്ലാതെ. പക്ഷേ ഈ നോമാൻസ് ലാൻഡ് അങ്ങനല്ല. നാണല്ലല്ലോ രവിച്ചേട്ടാ? മൂത്ത മോളും ഞാനും തമ്മിൽ 4 വയസ്സിന്റെ വ്യത്യാസം. മീൻസ് അമ്പലപ്പറമ്പ് വഴി മുറിബീടി മലിച്ചോണ്ട് നടന്നിരുന്ന കാലം കെട്ടിയിരുന്നെങ്കിൽ സുമയ്ക്ക് എന്റെ പ്രായം.
ഒരു മധുരത്തിനാവിൽ നിന്നെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചില്ലെങ്കിൽ അമ്മയ്ക്കൊരു സമാധാനം ഉണ്ടാവില്ല മോളെ. നിർബന്ധിക്കുന്നില്ല, നിനക്കിഷ്ടപ്പെട്ട മാത്രം മതി. നിന്നോട് ചോദിച്ചിട്ട് പറയാമെന്ന് വെച്ചു. വരാൻ പറയട്ടെ? കിടന്നോളൂ, യാത്ര കഴിഞ്ഞ് വന്നതല്ലേ. എന്ത് മാനേഴ്സ് ഇല്ലാത്ത പണിയായി കാണിക്കുന്നു. സോറി. താങ്ക്സ്. നോക്കിക്കും, സാറ് കെട്ടാൻ പോകുന്ന പെണ്ണ് ഒരു പാട്ടുകാരിയായിരിക്കും. ശ്രുതി തെറ്റിച്ചു തെറ്റിച്ചു പാടി പാടി സാറിനെ കൊല്ലും. നോക്കി കരുനാക്ക. നല്ല തങ്കപ്പെട്ട പയ്യൻ. എന്തൊരു കല, എന്തൊരു വിനയം. നിനക്കിഷ്ടമാടി മോളെ? ഇവക്കിത് എന്തു പറ്റി? എടി വേണേ, ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് പറഞ്ഞാ മതി. അതിന് അയാൾക്ക് ഇഷ്ടമുണ്ടേ. അത് നിനക്കെങ്ങനെ അറിയാം? അവര് സന്തോഷമായിട്ടാണല്ലോ പോയത്. പക്ഷെ പോകുമ്പോ അയാൾ ഒരു നോട്ടം നോക്കി, കണ്ടോ? ഞാനെങ്ങും കണ്ടില്ലേ. എന്നാ ഞാൻ കണ്ടു.